ഹായ് ഓൾ. ഇന്ന് നമുക്ക് കൊഞ്ചും ക്യാബേജും കൂടി തോരൻ വെച്ചാലോ? ക്യാബേജ് തന്നെ തോരൻ വെക്കും എല്ലാവരും. എന്നാൽ ഇനി കൊഞ്ചും കൂടി ഇട്ടിട്ടൊന്ന് തോരൻ വെച്ച് നോക്കൂ. ആ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റിയാണ്. സദ്യക്കൊക്കെ വിളമ്പാൻ നല്ലതാണ് കൊഞ്ചും ക്യാബേജും. ആദ്യം തന്നെ നമുക്ക് കൊഞ്ചെടുത്തിട്ട് അതിനെ ഒരു ഫ്രൈങ് പാനിലിട്ടിട്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നതോട് രണ്ട് ഉദ്ദേശമുണ്ട്. ഈ കൊഞ്ചൊരു മുക്കാൽ ഭാഗവും ഈ സമയത്ത് വെന്ത് കിട്ടും. പിന്നെ തോരനകത്ത് കുറച്ച് വെന്താൽ മതി. പിന്നെ ഇതിൻ്റെ തലയും കാലും ഒക്കെ എളുപ്പമാണ് കളയാൻ. ഇനി അതെടുത്തിട്ട് ഈ ഇങ്ങനെ സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ തലയും കാലും ഒക്കെ പോയി കിട്ടും. നമുക്കിനി നല്ലതുപോലെ അത് വാഷ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ട് 2 കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള സവോള ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞത്. എന്നാൽ കട്ടി കുറച്ച് വളരെ തിന്നായിട്ടാണ് അരിഞ്ഞത്. കൊത്തി അരിയാം. ക്യാബേജ് ഞാൻ നീളത്തിലാണ് കട്ടിങ് ഷീറ്റ് വെച്ചിട്ടാണ് അരിഞ്ഞത്. അത് വേണേൽ കൊത്തി അരിയാം. ഇനി ചോപ്പറി വെച്ചിട്ട് അരിയാം. എങ്ങനെ അരിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇത് ഇനി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാബേജും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ആ എണ്ണ ഒന്ന് അതിലെല്ലാം പിടിച്ച് ഒന്ന് ചൂടാവട്ടെ. ക്യാബേജിന് അധികം വേവേ ഇല്ല. ഒന്ന് ആവി കയറുമ്പോൾ പെട്ടെന്ന് വേകുന്ന ഒരു സാധനമാണ് ഈ ക്യാബേജ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അടച്ച് മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ക്യാബേജ് വെന്ത് പോയി കഴിഞ്ഞാൽ ആ തോരനൊട്ട് കൊള്ളത്തുമില്ല. അത് നോർമൽ ക്യാബേജ് തന്നെയാണേലും കൊഞ്ചിൻ്റെ കൂടെ ആണേലും. അപ്പോൾ നമുക്കിപ്പോൾ തുറന്ന് വെച്ചിട്ട് വേവിക്കാം. നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിട്ട് അരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങയും ഒരു 2 പച്ചമുളകും കൂടാണ് ചതയ്ക്കുന്നത്. അവരവരുടെ എരിക്കനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഇത് നല്ല എരിയുള്ള മുളകായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുക്കുന്നത്. ഈ ഒരു ക്യാബേജ് തോരന് നമ്മൾ ഇഞ്ചി ഇടേണ്ട ആവശ്യമില്ല. നോർമലി ക്യാബേജ് മാത്രം വയ്ക്കുമ്പോൾ ക്യാബേജിൻ്റെ മണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി അതിനകത്ത് ചതയ്ക്കാറുണ്ട്. എന്നാൽ കൊഞ്ചും ഈ ക്യാബേജും കൂടെ തോരൻ വെക്കുമ്പോൾ കൊഞ്ചിൻ്റെ മണമാണ് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ ക്യാബേജ് അതിലുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇഞ്ചി ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം നോക്കിക്കുക, അതൊന്ന് നല്ലതുപോലെ വഴന്നു വന്നു. ഈ സമയത്ത് നമ്മൾ അരയ്ക്കല്ല ചതച്ചുകൊണ്ട് വന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കാം. കഴുകി അധികം വെള്ളം അതിലുണ്ടാവാൻ പാടില്ല. എന്നാൽ ലേശം അതിലുള്ള നനവ് മാത്രം മതി ഈ തോരനൊന്ന് വെന്ത് വരാൻ വേണ്ടി. അതിനാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഈ ക്യാബേജ് എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് തത്തിപ്പൊത്തി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇനി ഒരു 2-3 മിനിറ്റ് നമുക്ക് പാത്രം ഒന്ന് അടച്ച് വേവിക്കാം. ഈ സമയത്ത് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ആ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വേഗം നിങ്ങൾക്ക് എത്തും. 2 മിനിറ്റ് കൊണ്ട് ഒരു ആവി വന്നപ്പോഴേ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് ഇളക്കി നിരത്തിയിട്ടു. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് നിരപ്പാക്കിയിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി. നോക്കിക്കേ, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ കൊഞ്ചും എല്ലാം. എന്നാൽ ക്യാബേജ് ഒട്ട് വെന്ത് പോയതുമില്ല. ഇനി നമുക്കതൊരു മൺചട്ടിയിലോട്ട് മാറ്റാം. മൺചട്ടിയിലോട്ട് വിളമ്പി വെക്കുമ്പോൾ എന്തൊരു വാസനയാണ് വരുന്നതെന്നറിയാമോ? ആ കൊഞ്ചിൻ്റെയും ആ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു വാസനയാണ് വരുന്നത്. എന്തായാലും ഈ പ്രാവശ്യം സദ്യയ്ക്ക് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.